ഹലോ കൂട്ടുകാരെ, MRI സ്കാൻ എന്നത് എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്ത് പ്രശ്നമാണെന്ന് വ്യക്തമായി കാണാനും അറിയാനും സഹായിക്കുന്ന ഒരു സ്കാനാണിത്. ഇത് ഒരു വലിയ മെഷീനിൽ കിടന്നു ചെയ്യുന്ന പരിശോധനയാണ്. ശരീരത്തെ മുറിക്കുകയോ വേദനിപ്പിക്കുകയോ ഒന്നും തന്നെയില്ല. MRI ചെയ്യുമ്പോൾ മെറ്റൽ വസ്തുക്കൾ ഒഴിവാക്കണം. ശക്തമായ മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് അട്രാക്ട് ചെയ്യാതിരിക്കാനാണ് ഒഴിവാക്കണമെന്ന് പറയുന്നത്. ചെയിൻ, റിംഗ്, ബെൽറ്റ്, കോയിൻ, ഹെയർ ക്ലിപ്സ്, മൊബൈൽ ഫോൺ, കാർഡ്സ് മുതലായ മെറ്റൽ എല്ലാം തന്നെ ഒഴിവാക്കിയിരിക്കണം, അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇംപ്ലാന്റ് ഉണ്ടെങ്കിൽ പറയണം. പീസ് മേക്കർ, അതായത് ഹൃദയത്തിൻ്റെ താളം നിയന്ത്രിക്കുന്ന ഉപകരണം. ഇത്തരം ഉപകരണം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത്. ചില ആളുകൾക്ക് അടഞ്ഞ സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകാം, അതും പറയണം. ചില MRI സ്കാൻ എടുക്കുമ്പോൾ ഫാസ്റ്റിംഗ് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് പാലിക്കണം. MRI പ്രധാനമായും ബ്രെയിൻ, സ്പൈൻ, ബാക്ക് പെയിൻ, നീ പെയിൻ പോലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താനാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. അതായത് മാംസപേശികൾ, ലിഗമെൻറ്റുകൾ, തലച്ചോർ അങ്ങനെ മൃദുവായ ഭാഗങ്ങൾ വ്യക്തമായി കാണാൻ സഹായിക്കുന്ന സ്കാനാണ്. MRI ചെയ്യുമ്പോൾ മെഷീനിൽ നിന്ന് വലിയ ശബ്ദം കേൾക്കും. പേടിക്കേണ്ട കാര്യമില്ല, റേഡിയേഷൻ ഇല്ലാത്തതിനാൽ സേഫാണ്. ഇത് 15 മുതൽ 45 മിനിറ്റ് വരെ സമയമെടുക്കും. MRI സൗണ്ട് എന്തുകൊണ്ട് വരുന്നു എന്ന് കുറേ ആളുകൾക്ക് സംശയമാണ്. MRI മെഷീൻ്റെ ഉള്ളിൽ വളരെ പവർഫുള്ളായ മാഗ്നറ്റ് ഉണ്ട്. സ്കാൻ എടുക്കുമ്പോൾ ഗ്രേഡിയൻ്റ് കോയിൽ എന്ന ഭാഗങ്ങൾ വളരെ ഫാസ്റ്റായി ഓൺ ഓഫ് ആവും. അതുകൊണ്ട് മെഷീൻ വൈബ്രേഷൻ ഉണ്ടാകും. വൈബ്രേഷൻ കാരണം ലൗഡ് സൗണ്ട് വരും. ടക് ടക്, ഡും ഡും പോലുള്ള സൗണ്ട്. ഓരോ സീക്വൻസിനും സൗണ്ട് മാറും. പേഷ്യൻറ്റിന് നമ്മൾ ഹെഡ്ഫോൺ കൊടുക്കുന്നു. MRI സൗണ്ട് വളരെ ലൗഡാകാൻ. അതുകൊണ്ട് ഇയർ പ്രൊട്ടക്ഷൻ നൽകും. പേഷ്യൻറ്റിനെ കംഫർട്ടാക്കാൻ നമ്മൾ മ്യൂസിക്കും കൊടുക്കാറുണ്ട്. MRI ഡേഞ്ചറസ് അല്ല, സേഫാണ്. അതുകൊണ്ട് ആരും ഇനി MRIയെ പേടിക്കേണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.